വായുമലിനീകരണത്തിൽ ഡൽഹി സർക്കാരിനെതിരെ സുപ്രീം കോടതി. മലിനീകരണത്തിന്റെ കാരണം വിദഗ്ധ സമിതിയെ വെച്ച് പഠിക്കണം. മലിനീകരണത്തിന്റെ ഉത്തരവാദിത്തം കർഷകരുടെ തലയിൽ കെട്ടിവെക്കുകയാണോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. സജു തോമസ് ചേരുന്നു. സജു, കോടതിയുടെ വിമർശനത്തിന്റെ കൂടുതൽ വിവരം. ധന്യ, ഡൽഹി വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട വാദം സുപ്രീം കോടതിയിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ഡൽഹി സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീം കോടതി ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മലിനീകരണത്തിന്റെ കാരണം കണ്ടെത്താത്തത്? പരിഹാര നടപടി രണ്ടാമതാണ്. എന്തുകൊണ്ട് ഡൽഹിയിൽ ഇത്രത്തോളം വലിയ തോതിൽ മലിനീകരണം ഉണ്ടാകുന്നു? പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് മാത്രമായിരുന്നു ഡൽഹിയിലെ അന്തരീക്ഷം നീല നിറത്തിൽ കാണാനായത്, അല്ലെങ്കിൽ ഡൽഹിയുടെ ആകാശം നീല നിറത്തിൽ കാണാനായത് കോവിഡ് പശ്ചാത്തലത്തിൽ മാത്രമായിരുന്നു. അതിന് മുൻപും അതിനുശേഷവും ഡൽഹിയുടെ അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് ഇതിന് കാരണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് കണ്ടെത്തേണ്ടത്. ഇതിന്റെ മുഖ്യ കാരണം കർഷകരുടെ തലയിൽ കെട്ടിവെക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത്? ഇതിനു മുൻപ് വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് പഞ്ചാബിലെയും ഹരിയാനയിലെയും പാടങ്ങളിലെ വൈക്കോൽ കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പുകയാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. ഡൽഹിയിലെ വായു മലിനീകരണത്തിന് മൂല കാരണമായിട്ടുള്ളതും ഈ പ്രശ്നം തന്നെയാണെന്നാണ് സർക്കാർ വാദിക്കുന്നത്. പക്ഷേ അതിൽ കൃത്യമായിട്ട് സ്ഥിതിവിവര കണക്ക് നൽകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കൃത്യമായി നൽകാമെന്നാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുന്നത്. വാദം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധന്യ.